സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ആര്യ പാർവതി. നടി മാത്രമല്ല, നർത്തകി കൂടിയായ ആര്യ കോളേജ് ജീവിതം ആരംഭിച്ച ശേഷമാണ് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തത്. കോളേജ് പഠനം പൂർത്തിയാക്കിയ ആര്യമോഹനം എന്ന പേരിൽ ഡാൻസ് സ്റ്റുഡിയോ ആരംഭിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകവെയാണ് 23-ാം വയസ്സിൽ ഒരു കുഞ്ഞനുജത്തി കൂടി ആര്യയ്ക്ക് ജനിച്ചത്. ഇപ്പോഴിതാ ആ 3 വയസ്സുകാരിയെ സാക്ഷിയാക്കി വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ് നടി. 26 വയസ്സുകാരിയായ ആര്യയോട് വിവാഹം കഴിക്കുന്നില്ലേ എന്ന ചോദ്യം പലപ്പോഴും പലരും ചോദിച്ചിരുന്നെങ്കിലും അതിനൊന്നും ആര്യയോ കുടുംബമോ ഉത്തരം നൽകിയിരുന്നില്ല. കരിയറിലെ ഉയർച്ചകളുമായിരുന്നു ആര്യയുടെയും വീട്ടുകാരുടെയും ലക്ഷ്യം. എന്നാൽ അപ്രതീക്ഷിതമായി ആര്യയുടെ വിവാഹവിശേഷം ആരാധകർക്കിടയിലേക്ക് എത്തുകയായിരുന്നു. നടനും മോഡലുമായ ദിലീപാണ് ആര്യയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. അച്ഛന്റെയും അമ്മയുടെയും ആര്യയുടെ കുഞ്ഞനുജത്തിയുടെയും സാന്നിധ്യത്തിലാണ് ദിലീപ് ആര്യയ്ക്ക് താലി ചാർത്തിയത്. വിവാഹത്തെക്കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ ആര്യ നൽകിയിരുന്നില്ല. മെറൂൺ സാരിയിൽ പരമ്പരാഗത ഹിന്ദു വധുവായാണ് ആര്യ വിവാഹത്തിനായി ഒരുങ്ങിയെത്തിയത്. കഴിഞ്ഞ ദിവസം മെഹന്തി അണിയുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. സ്ഥിരമായി വ്ലോഗുകളും മറ്റും ചെയ്തിരുന്ന ആര്യ വിവാഹ വാർത്ത രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു. തീർത്തും സ്വകാര്യമായ ചടങ്ങായിരുന്നുവെങ്കിലും വീട്ടിലെ ആദ്യ വിവാഹ ചടങ്ങ് ഗംഭീരമാക്കിയിരുന്നു ആര്യയുടെ അച്ഛനും അമ്മയും അനുജത്തിയും. ദിലീപ് ആര്യയുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ, പുടവ കൈമാറുമ്പോൾ ഒക്കെയും സാക്ഷിയായി നിൽക്കുന്നത് ആര്യയുടെ ഏക സഹോദരി പാലുവാണ്. വിവാഹത്തെക്കുറിച്ച് അധികം സൂചനകളൊന്നും തന്നെ ആര്യ പാർവതി നൽകിയിരുന്നില്ല. തന്റെ 23-ാം വയസ്സിലാണ് ആര്യ അനുജത്തിക്കും അമ്മയായി മാറുന്നത്. അനിയത്തി പാലുവിന്റെ വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനലിലൂടെ ആര്യ പങ്കുവയ്ക്കാറുമുണ്ട്. മോഹിനിയാട്ടം നർത്തകിയായ ആര്യമോഹനം എന്ന നൃത്തവിദ്യാലയം നടത്തുകയാണ്. വിദേശ രാജ്യങ്ങളിലടക്കം ജോബ് ഓഫറുകൾ വന്നിട്ടും അവയെല്ലാം വേണ്ടെന്ന് വെച്ചാണ് ഏറ്റവും വലിയ സ്വപ്നമായ ആര്യമോഹനം ആര്യ ആരംഭിച്ചത്. എല്ലാവിധ പിന്തുണയും നൽകി ആര്യയ്ക്കൊപ്പം നിൽക്കുന്നത് അച്ഛൻ ശങ്കറും അമ്മ ദീപ്തിയുമാണ്. വൈക്കത്താണ് ആര്യയുടെ ഡാൻസ് സ്റ്റുഡിയോ. അച്ഛൻ ആലുവക്കാരനാണ്, പക്ഷേ അമ്മയുടെ വീട് വൈക്കത്തും. അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് വൈക്കം. അതുകൊണ്ടാണ് അങ്ങനെയൊരു സ്ഥലം സ്റ്റുഡിയോയ്ക്കായി തിരഞ്ഞെടുത്തതും. ചെറുപ്പം മുതൽ എല്ലാ കലകളും അഭ്യസിച്ചിട്ടുള്ള ആര്യ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന തലങ്ങളിൽ മത്സരിച്ചപ്പോൾ മോഹിനിയാട്ടത്തിലാണ് കൂടുതൽ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് മോഹിനിയാട്ടത്തിലേക്ക് തിരിഞ്ഞതും അതിൽ തന്നെ ഉന്നത പഠനം നടത്തിയതും. നൃത്തം കരിയറാക്കിയെടുത്ത ആര്യയുടെ ജീവിതത്തിന് കൂടുതൽ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന വ്യക്തി കൂടിയാണ് ദിലീപ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.